നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലിവർപൂളിന്റെ ഇംഗ്ലീഷ് ഇതിഹാസമായ സ്റ്റീവൻ ജെറാർഡ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു സൗദി അറേബ്യയിലേക്ക് എത്തിയത്. നമുക്കറിയാം, സൗദി അറേബ്യയുടെ ക്ലബ്ബായ അൽ ഇത്തിഫാക്കിന്റെ പരിശീലക സ്ഥാനത്തേക്കാണ് അദ്ദേഹം എത്തിയത്. അതിനുശേഷം അദ്ദേഹം ലിവർപൂളിന്റെ മുൻ നായകനായിരുന്ന ജോർദാൻ ഹെൻഡേഴ്സനെ ക്ലബിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ മോശം പ്രകടനമായിരുന്നു ഹെൻഡേഴ്സൺ ആണെങ്കിലും അതുപോലെ തന്നെ ക്ലബ്ബാണെങ്കിലും നടത്തിയിരുന്നത്. അതിന്റെ തൽഫലമായിക്കൊണ്ട് ഹെൻഡേഴ്സൺ ക്ലബ്ബ് വിട്ടിരുന്നു. നിലവിൽ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ഡച്ച് ക്ലബ്ബായ അയാക്സിലേക്ക് ചേക്കേറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റീവൻ ജെറാർഡിന് മധ്യനിരയിലേക്ക് ഒരു താരത്തെ ഇപ്പോൾ ആവശ്യമുണ്ട്. ആ സ്ഥാനത്തേക്ക് അദ്ദേഹം ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് അൽ നസറിന്റെ സൂപ്പർ താരമായ ഫൊഫാനയാണ്. ഐവറി കോസ്റ്റ് താരമാണ് ഇദ്ദേഹം. നമുക്കറിയാം, കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു ഫ്രഞ്ച് ക്ലബ്ബായ ലെൻസിൽ നിന്നും ഫൊഫാന അൽ നസറിലേക്ക് എത്തിയത്. പക്ഷെ ലെൻസിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു. അൽ നസറിൽ ആ ഒരു രൂപത്തിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. കേവലം 14 മത്സരങ്ങളിൽ നിന്ന് ഒരു അസിസ്റ്റ് മാത്രമാണ് ഈ മധ്യനിര താരത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഹെൻഡേഴ്സന്റെ സ്ഥാനത്തേക്ക് അനുയോജ്യനായ ഒരു കളിക്കാരനാണ് ഫൊഫാന എന്നുള്ളത് സ്റ്റീവൻ ജെറാർഡ് ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ലോൺ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഫൊഫാനയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സ്റ്റീവൻ ജെറാർഡ് നടത്തും എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ മോശം പ്രകടനമാണ് ഇത്തിഫാക്ക് ഇദ്ദേഹത്തിന് കീഴിൽ നടത്തുന്നത്. അവസാനമായി കളിച്ച 8 മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നിലവിൽ 8ാം സ്ഥാനത്താണ് അവരുള്ളത്. 19 മത്സരങ്ങളിൽ നിന്ന് കേവലം 6 മത്സരങ്ങളിൽ മാത്രമാണ് ഇത്തിഫാക്കിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു മോശം പ്രകടനത്തിനിടയിലും ഇത്തിഫാക്ക് തങ്ങളുടെ പരിശീലകനായ സ്റ്റീവൻ ജെറാർഡിന്റെ കോൺട്രാക്ട് 2027 വരെ പുതുക്കിയിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.